അയാളുടെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട്, ചുണ്ടിൽ നിന്ന് ചോര കുടിച്ചിട്ടുണ്ട്. ചുണ്ടിൽ നിന്ന് ചോര കുടിച്ചിട്ട് യക്ഷി അയാളെ കൊന്നിട്ടിരിക്കുന്നു. നമ്മുടെ പ്രേതവും ഭൂതവും അങ്ങനെയുള്ളൊരു സീസണാണല്ലോ, പുതിയ സിനിമകൾ. അതിൽ ചാത്തൻ, മാടൻ, ഇതുപോലെയുള്ള ഏതെങ്കിലും കേസുകൾ സാറിൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്? ഞാൻ കോട്ടയത്തൊരു പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി നോക്കുന്ന സമയത്ത് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ചാത്തനേറ് ഭയങ്കരം. അപ്പോൾ ഞങ്ങൾ അവരൊന്ന് പരാതി തന്നു. അപ്പോൾ നമുക്ക് മന്ത്രവാദം അറിയത്തില്ലോ, ഞങ്ങളയാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ തട്ടിപ്പായിരിക്കും, ആരോ ചെയ്യുന്നതായിരിക്കും എന്നോ. പക്ഷേ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണ്. പുള്ളി കുറേ പൈസയൊക്കെ മുടക്കി, എന്നിട്ടും ഈ പ്രശ്നം തീരുന്നില്ല. മന്ത്രവാദി വന്നിട്ട് പുള്ളിക്ക് തന്നെ ഏറ് കിട്ടി, മന്ത്രവാദി ഇറങ്ങി ഓടി, അങ്ങനെയൊക്കെയുള്ള സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കാര്യമായി അന്വേഷിച്ചപ്പോഴത്തേക്ക് മനസ്സിലായത് പരീക്ഷയുടെ സമയത്താണ് ചാത്തനേറ് കൂടുതൽ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പോലീസുകാരെ നമ്മൾ രാത്രി രഹസ്യമായിട്ട് അവിടെ വിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ സന്ധ്യ കഴിഞ്ഞ് ഏറ് നടന്നിട്ട് അവർ നോക്കുമ്പോൾ ഒരു ചെക്കൻ ഓടിപ്പോകുന്നത് കണ്ടു. SLC 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണ്. ഞങ്ങൾ അവൻ്റെ വീട്ടുകാരുടെ അനുവാദത്തോടുകൂടി അവൻ്റെ വീട്ടിൽ വെച്ച് തന്നെ സംസാരിച്ചു. നിന്നെ കണ്ടു, നീ ഓടുന്നത് കണ്ടു. അപ്പോൾ ഇവൻ വിയർത്തിട്ടുണ്ട്, അണയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവനാണ് ഓടിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിന്നീട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് പരീക്ഷയെ അവന് ഭയങ്കര പേടിയാണ്. അപ്പോൾ പരീക്ഷ പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചാത്തൻ്റെ ഉപദ്രവം കൊണ്ടാണ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാത്തത്, തലേദിവസം പഠിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ചെയ്തായിരുന്നു അത്. പിന്നൊരു സംഭവം കണ്ടത്, അവിടെ വളർത്തുന്ന ആടുകളെ കഴുത്തിൽ മുറിവേറ്റ് മരിച്ചു കിടക്കുന്നു. നമ്മൾ ഈ ഡിവൈഡറോ അതുപോലുള്ള സാധനം വെച്ച് കുത്തിയാൽ കാണുന്ന പോലത്തെ തൊണ്ടയ്ക്ക് 2 മുറിവ്. അപ്പോൾ ഇതും യക്ഷി ചോര കുടിക്കുന്നതാണെന്ന് പറഞ്ഞ ആൾക്കാർ കുറേ കാലം അവിടെ ബഹളം ഉണ്ടാക്കി. ഇപ്പോൾ രാത്രി നമ്മുടെ ഉറക്കം പോവാണ്, നമ്മളവിടെ പോയി യക്ഷി പിടിക്കാനും മാടനെ പിടിക്കാനും ഒക്കെ ആയിട്ട് ജനത്തിന് ഉറങ്ങണ്ടേ. നമുക്ക് ഇതെന്താണെന്ന് സത്യാവസ്ഥ കരുതുന്ന കുറേ ആഴ്ചകൾ ഇങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അന്നത്തെ കാലത്ത് തന്നെ ഈ ഇടുക്കിൽ നിന്ന് മറ്റേ കഞ്ചാവ് കൊണ്ടുവന്ന് വലിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ രാത്രിയാകുമ്പോൾ കഞ്ചാവ് അടിച്ചതിന് ശേഷം ആടുകളെ വേറെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു പരിപാടിയാണ്. അവർ ഈ ആടിനെ അതിനുശേഷം കഴുത്തിൽ കുത്തി ചോര കുത്തി വരുന്ന ഇതുവരെ അതിനെ കൊന്നുകളയും. അപ്പോൾ ഇത് പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം വേറൊരു പോലീസ് സ്റ്റേഷനിൽ അവനെ പിടിച്ചപ്പം അവൻ അവിടെ കൺഫസ് ചെയ്തു, ഇവിടെ ആടിനെ കൊന്നത് അവനാണെന്നും ഇതാണ് കാര്യങ്ങളെന്നും. അപ്പോൾ ആ രണ്ടാമത്തെ ഇതും പൊളിഞ്ഞു. പിന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത്, കാട്ടുപാതയിലൂടെ രാത്രി വണ്ടി പോയാൽ പെട്ടെന്നൊരു വെള്ളയും ഡ്രസ്സ് ഇട്ടൊരു പെണ്ണ് മുടി അഴിച്ചിട്ട് ചാടിപ്പോയി. ഇത് കണ്ടാൽ ആൾക്കാർ ഡ്രൈവർമാർ പെട്ടെന്ന് ശ്രദ്ധ തെറ്റും. ഇവർ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ഒരു ചെറിയ കുഴി പോലെയുണ്ട്. ഈ വണ്ടി അങ്ങോട്ടേക്ക് പോയാൽ മറിയും. വണ്ടി മറിഞ്ഞാൽ ഡ്രൈവറെ രക്ഷപ്പെടുത്താനൊന്നും നോക്കത്തില്ല. അവിടെ ചെന്ന് പൈസ എടുക്കുകയോ അവൻ്റെ മാല ഊരി എടുക്കുകയോ, അതിൻ്റെ അകത്ത് ഇനി കാറാണെന്ന് പറയുകയാണെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവിടെ ആഭരണങ്ങളൊക്കെ കാണാതെ പോവുക, ഇതൊക്കെയായിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പോലീസിൻ്റെ സാന്നിധ്യം കൂട്ടിക്കഴിഞ്ഞപ്പോൾ ആ പരിപാടി അങ്ങോട്ട് നിന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് മനുഷ്യൻ നിർമ്മിതമായ ചാത്തനും കുട്ടിച്ചാത്തനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ അതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ഒരു പ്രത്യേകിച്ചൊരു കേസുണ്ടായത്. ഒരാളവിടെ മരിച്ചു കിടക്കുന്നു. അപ്പോൾ പോലീസ് എപ്പോഴും ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇങ്ങനെ ചാത്തനില്ല, അത് ഇന്നയാളായിരുന്നു, ഭൂതമില്ല, അത് ഇന്ന ഞങ്ങൾ കണ്ടുപിടിച്ചു, ഈ ആടിനെ കൊന്നത് ഇവന്മാരാണ്, അതവിടെ കൺഫസ് ചെയ്തു. ഇതൊക്കെ ഓരോ ദിവസം ഞങ്ങളിങ്ങനെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഇടുത്തി പോലെ ഒരാളവിടെ മരിച്ചു കിടക്കുന്നു. അയാളുടെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട്, ചുണ്ടിൽ നിന്ന് ചോര കുടിച്ചിട്ടുണ്ട്, കുറച്ച് ചോര വന്നിട്ടുണ്ട്. ചുണ്ടിൽ നിന്ന് ചോര കുടിച്ചിട്ട് യക്ഷി അയാളെ കൊന്നിട്ടിരിക്കുന്നു. ഇതാണ്. ഇതുകൊണ്ട് ആൾക്കാരെ നിയന്ത്രിക്കാൻ തന്നെ പാടും. യക്ഷി കൊന്നിട്ടിരിക്കുന്ന ഒരാളെ കാണാൻ ആ പ്രദേശത്തുള്ള ജില്ലയിലുള്ള ആൾക്കാർ മുഴുവൻ അവിടെ വരുന്നു. വാഹനം നിയന്ത്രിക്കാൻ പാട്. ഞങ്ങൾ ഈ ഉള്ള പോലീസിനെയൊക്കെ വെച്ചിട്ട് കുറേ പേരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ നിർത്തി. അവിടെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ ആൾക്കാർ ഇത് ചവിട്ടി വിളിച്ച് കളയും. അത്രയും ആൾക്കാണ്. പുറത്തെ സ്റ്റേഷനിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ നിയന്ത്രിച്ച് നിർത്തിയത്. അതിനുശേഷം ഞങ്ങൾ ഈ അടുത്ത് ചെന്നു. ഈ ബോഡി മറിച്ചിട്ട് നോക്കിയപ്പം എനിക്ക് ഇയാളെ എവിടെയോ പരിചയമുള്ളവരൊരു തോന്നൽ. എവിടെയോ നമ്മുടെ തലയിൽ നിന്ന് ആ കമ്പ്യൂട്ടർ അപ്പോഴത്തേക്ക് ക്ലിക്ക് ആകുന്നില്ല. പക്ഷേ ഇയാൾ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നി. അയാളുടെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ട്, സത്യമാണ്. അത് എടുത്തിട്ടപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്നൊരു പ്രത്യേക ആരവം തന്നെ കേട്ടു. ഇത് കണ്ടില്ലേ, സത്യമല്ലേ എന്നുള്ള പട്ടില്ലേ. അപ്പോൾ ഇത് നമ്മുടെ പുറത്തേക്ക് ടെൻഷൻ കൂട്ടുകയാണ്. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനെ കൂടുതൽ ഈ ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനാണ് അതിനകത്ത് പാട്. പോലീസ് കള്ളക്കളി കളിച്ചു, യക്ഷിയെ സഹായിച്ചു എന്നൊക്കെ വരെ പറഞ്ഞു കളയും. അപ്പോൾ എന്തായാലും ഇയാളുടെ ദേഹമൊക്കെ പരിശോധിച്ചു, ഒന്നുമില്ല. ഒരു വാച്ചുണ്ട്, കുറച്ച് പൈസയുണ്ട്, ഒരു പേഴ്സുണ്ട്. അതിനകത്ത് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല.
അപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുന്നു. അപ്പം ഞങ്ങൾ സാധാരണ പണ്ട് നമ്മുടെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, അവിടെ നമ്മളത് മാത്രമായിട്ട് നോക്കിയിട്ട് പോരരുത്, അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്ത് കൂടെ പരിശോധിച്ചിട്ടേ പോരാവും. ഇപ്പോൾ കാട്ടിലെ കുറേ അധികം സ്ഥലങ്ങൾ ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ചെല്ലുമ്പോൾ അവിടെ ഈ ആൾക്കാർ മലമൂത്ര വിസർജനം ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് കടലാസ് കീറിയിട്ടിട്ടുണ്ട്. ഇപ്പം ഞാനത് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് മടി. പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഗ്ലൗസ് ഇട്ട ആളെ കൊണ്ട് തന്നെ അത് എടുപ്പിച്ച് ഒരു കവറിനകത്താക്കി. അത് പിന്നീട് ഗുണം ചെയ്തു. കാരണം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ അടുത്തുള്ള അന്നത്തെ മോഡൽസ് വെച്ചിട്ട് നമ്മൾ വയർലെസ്സിൽ മെസ്സേജ് കൊടുക്കുന്നു, അന്യ ജില്ലകളിലേക്ക് കൊടുക്കുന്നു, ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ, അങ്ങനെ ഇവിടുന്ന് മരിച്ചിട്ടുണ്ടോ. ഈ ആളിനെ പറ്റി ആരും അന്വേഷിക്കുന്നില്ല. ഇയാൾ ആർക്കും വേണ്ടാത്ത ഒരാൾ എവിടെയോ പോയി മരിച്ചതുപോലെ, ഒരു അനാഥം മരിച്ചതുപോലെ തോന്നുന്നു. പക്ഷേ അയാൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ അത്രയ്ക്ക് മോശമൊന്നുമില്ല. അയാളെ കണ്ടാൽ തന്നെ ഒരു നല്ല ഒരു യോഗ്യനായൊരു മനുഷ്യനായിരുന്നു മുമ്പെങ്കിലും എന്ന് തോന്നിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഇയാൾ. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള സ്റ്റേഷനിലേക്കൊക്കെ അന്ന് ഈ ക്രൈം കാർഡുകൾ അയക്കും. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു സ്റ്റേഷനിൽ നിന്നും ഇങ്ങനെ ഈ ലക്ഷണങ്ങളോട് കൂടിയ ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു അറിവും കിട്ടിയില്ല. അപ്പം എങ്ങനെ ഇയാളൊരു സാധാരണഗതിയിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു കോഴിയോ പട്ടിയോ മിസ്സായി പോയാലും ആൾക്കാർ പരാതി പറയും, അല്ലെങ്കിൽ അടുത്ത വീടുകൾ അന്വേഷിക്കും. ഇയാളെ പറ്റി അന്വേഷിക്കാൻ പോലും ആരുമില്ലല്ലോ, ഈ അനാഥൻ എവിടെ നിന്ന് വന്നെന്ന് അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നമ്മുടെ കൂടെയുള്ള എസ് ഐ, വേറൊരു അഡീഷണൽ എസ് ഐ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി ഈ പഴയ പേപ്പറുകൾ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് കുറച്ച് കുറിപ്പുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് പിന്നെ അയാൾ വളരെ വികാരഭരിതനായി എഴുതിയതുപോലുള്ള ചില സംഭവങ്ങളൊക്കെ കണ്ടു. ഇനി ഞാൻ ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ചില എഴുത്തുകൾ പോലെയൊക്കെ ഉണ്ട് ഈ ഡയറിയിൽ. കീറിക്കളഞ്ഞ അതിനകത്ത് ഒരു നമ്പർ കിട്ടും. ഫുൾ നമ്പർ ഉണ്ടാകുമെന്ന് ചോദിച്ചു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഏറ്റവും അവസാനത്തെ ഒരു നമ്പർ ഇല്ല, അത് തെളിഞ്ഞിട്ടില്ല. അത് കീറിപ്പോയി എന്തോ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തത് ഈ ബാക്കി നമ്പറുകളെല്ലാം വെച്ച് ലാസ്റ്റ് നമ്പർ 0 തൊട്ട് വേറെ 1, 2, 3, 4 വെച്ച് കൂട്ടി വിളിച്ച് നോക്കി. വേണ്ട 6, 7 നമ്പർ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലിക്കായി. വയനാടുള്ളൊരു ഹോട്ടലിലാണ് അത് എടുത്തത്. അപ്പോൾ ഞങ്ങൾ അയാളോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളിവിടെ മരിച്ചു കിടക്കുന്നു, അയാളുടെ കയ്യിലൊരു ഡയറി ഉണ്ട്, അയാൾ ഈ ഡയറി കുറിപ്പിനകത്ത് ഇങ്ങനെ ആരെയൊക്കെയോ പറ്റി, മക്കളൊക്കെ പറ്റി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അതൊന്നും പുള്ളിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇയാളുടെ ലക്ഷണം പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്, അയാൾ ഇവിടെ കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ നിൽക്കുന്നുണ്ടായിരുന്നു, അയാളുടെ പേര് നരേന്ദ്രൻ എന്നാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടലിൽ നിൽക്കാൻ ഉള്ള ആളല്ല, പക്ഷേ തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ ഹോട്ടലിൽ വന്ന് നിന്ന് പോയതാണ്. പക്ഷേ ഇവിടെ വെച്ച് ഒരു സംഭവം ഉണ്ടായി. അന്ന് കുറച്ച് ജോലിക്കാരില്ലായിരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെയാണ് സർവേ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാളൊരു ടേബിളിൻ്റെ അടുത്ത് പോയി എന്തോ സംസാരിച്ചു, തിരിച്ചു വരുമ്പോൾ കരയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന ആളിനോട്, നമ്മുടെ ഷെഫിനോട് പറഞ്ഞു, ഇനി ഞാനില്ല, ഞാൻ പോവുകയാണ്, മുതലാളിയോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് മുഴുവനായിട്ട് ഡ്രസ്സ് പോലും എടുത്തില്ല, എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്, കരഞ്ഞുകൊണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അയാൾ അവിടെ നിന്ന് ഓടിപ്പോയത്, ഇരുട്ടത്തേക്ക് മറഞ്ഞുപോയി. പിന്നെ അയാളെ പറ്റി ഒന്നും കേട്ടിട്ടില്ല ഞങ്ങൾ. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ വീട് കോട്ടയത്ത് ഇന്ന പ്രദേശത്താണ് എന്നൊരു സൂചന തന്നു, ഇവിടെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്നു ഇയാളെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ തെളിഞ്ഞു വരുന്നത്. ഇയാൾ അവിടുത്തെ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഒരു മാനേജർ പോസ്റ്റുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇയാൾക്ക് ഭാര്യയും 2 മക്കളുമാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവർ പഠിച്ച് നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് ഭാര്യയും മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനിടയിൽ ഭാര്യയുടെ ഒരു കൂട്ടുകാരന് വേണ്ടി, പരിചയമുള്ള ഒരാളിന് വേണ്ടി ഇയാൾ ബാങ്കിൽ ലോണിൻ്റെ കാര്യത്തിൽ എന്തോ തിരിമറി നടത്തി. അത് ലക്ഷങ്ങൾ വരുന്ന തുകയായിരുന്നു അന്ന്. അപ്പോൾ അത് ഓഡിറ്റിൽ കണ്ടുപിടിച്ചു. അതിനെ തുടർന്ന് CBI കേസെടുത്തു, ഇയാളെ അറസ്റ്റ് ചെയ്തു, കൺവിക്റ്റ് ചെയ്തു, ഇയാളുടെ ജോലി പോയി. അത് കഴിഞ്ഞിട്ട് ഇയാൾ കൺവിക്ഷൻ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നതാണ് ഒരു ഭാഗം. അത് കഴിഞ്ഞപ്പം ഇയാളുടെ കയ്യിൽ പണമില്ല, ജോലി പോയി, തിരിച്ചു വന്നു. അപ്പോൾ ഇയാൾക്ക് ഭാര്യയോട് ചെറിയ ദേഷ്യമുണ്ട്, കാരണം ഇവൾ പറഞ്ഞിട്ടാണല്ലോ ഞാനിത് ചെയ്തത്. അവർക്ക് അങ്ങനെ യാതൊരു ഇതുമില്ല, ഇയാളെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാണ് അവരുടെ ഭാഷ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഇയാൾക്ക് തോന്നി ഇനി, അപ്പോൾ ഇവൾ വീട്ടിൽ എന്തൊക്കെയൊക്കെ നടത്തുന്നുണ്ട്, ചെറിയ എംബ്രോയ്ഡറി വർക്ക്, ചെറിയ തയ്യൽ, അങ്ങനെ എന്തൊക്കെയോ നടത്തുന്നുണ്ട്.
ഇയാളെ ഇടയ്ക്കിടയ്ക്ക് ശകാരിക്കാനും പിടിക്കാനും ഒക്കെ തുടങ്ങി. ഇങ്ങനെ നിന്നാൽ എങ്ങനെയാണ്, മക്കളില്ലേ, താനിങ്ങനെ ഒന്നും ചെയ്യാതെ നിന്നാൽ എങ്ങനെയാണ്? ഇയാൾക്ക് അറിയാവുന്ന പണി ബാങ്കിലെ പണിയാണ്, ചുമക്കാൻ പോകാൻ പറ്റത്തില്ല, ബാക്കി പരിപാടിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ എന്തെങ്കിലും ചെയ്യണം, മക്കളുടെ മുമ്പിൽ മുമ്പോട്ട് കൊണ്ടുപോകണം, ഭാര്യയുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് അയാളുടെ ഇതിൽ കിട്ടിയ പ്രോപ്പർട്ടി അയാൾ കൊണ്ടുപോയി വിറ്റു. അന്നത്തെ 36 ലക്ഷം രൂപയാണ് കിട്ടിയത് അന്ന്. അത് വെച്ചിട്ട് അയാൾ ഈ കുറച്ച് ഗുഡ്സ് ഇവിടെ നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്തു. അയാൾ വിചാരിച്ച് എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാം, ബാങ്കിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അയാൾക്ക് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ലോണൊക്കെ കിട്ടുമായിരിക്കും, പരിചയം ഉപയോഗിച്ചിട്ട് ബിസിനസ് നന്നാക്കാമെന്നൊക്കെ വിചാരിച്ച്. പക്ഷേ അയാൾക്ക് ലോൺ ഒന്നും കിട്ടിയില്ല അവർ, കാരണം ബാങ്കിൽ തിരിമറി നടത്തിപ്പോയ ആളല്ലേ. ഈ കയറ്റി അയച്ച സാധനങ്ങളെല്ലാം പെരിഷബിൾ ആർട്ടിക്കിൾസ് ആയിരുന്നു. അത് വിദേശ രാജ്യത്ത് US ചെന്നപ്പോൾ അതിനകത്തെല്ലാം കുറച്ച് ഇതെല്ലാം കണ്ടു, എന്തോ ഫംഗസോ എന്തൊക്കെ കണ്ടു. അവർ റിജക്റ്റ് ചെയ്തു. ആ സാധനമായിട്ട് അതെല്ലാം കൂടെ തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ കപ്പൽ ഇത് അവിടത്തേക്ക് എക്സ്പോർട്ട് ചെയ്തതും പിന്നെ തിരിച്ചു വന്നതിൻ്റെയൊക്കെ ആയ ഡെമറേജസും എല്ലാം കൂടെ കൂടി ഇയാൾക്ക് ഭയങ്കര വലിയൊരു തുക വന്നു. ഒരിക്കലും ഇത് ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അത്രയും വലിയ കടത്തിലേക്ക് അയാൾ വീണു. അയാൾ തകർന്ന് തരിപ്പണായിപ്പോയി. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയും മക്കളും ഒക്കെ സംസാരിക്കുന്നത്, ഈ മക്കൾക്ക് അപ്പനോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ അമ്മ സമ്മതിക്കത്തില്ല. അമ്മ മക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇയാൾ എന്തോ ഒരു കൊള്ളാത്ത ജീവി എന്നുള്ള മട്ടിലാണ് ഇയാളെ ഹാൻഡിൽ ചെയ്തിരുന്നത്. ഇയാളെ ഭാര്യയും മക്കളും ഇയാളോട് മിണ്ടാതെയായി. ഇയാൾ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്കായി. ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നിന്ന് അവരെന്തെങ്കിലും കൊടുത്താൽ ഇയാൾക്ക് കഴിക്കാം, അങ്ങനത്തെ ഒരു പ്രത്യേക അന്തരീക്ഷം. തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ വീട്ടിൽ തന്നെ അന്യനായിട്ട് കഴിയുകയാണ്. ഇവരുടെ സ്നേഹമില്ല, കരുതലില്ല, പെരുമാറ്റമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ ക്രിസ്മസ് സീസണിൽ അയാളുടെ കുടുംബം എല്ലാം കൂടെ ഒരു ദിവസം വൈകുന്നേരം പുറത്തേക്ക് വേണം, ക്രിസ്മസ് ഈവിൽ തലേ ദിവസം 24-ാം തീയതി. അപ്പോൾ ഇയാളിങ്ങനെ നോക്കിയാണ്, ഇയാളോടൊന്നും പറയത്തൊന്നുമില്ല. അവർ കുറച്ച് ബാഗും ഒക്കെ ആയിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്തോ പർച്ചേസിന് പോയതാണെന്നുള്ള മട്ടിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അയാൾ അവരെ ഇവിടെ നോക്കി നിൽക്കുന്നു. അയാൾ എന്തായാലും അച്ഛനല്ലേ, ഭർത്താവല്ലേ, ഇവർ വരാൻ വൈകിയപ്പോൾ അയാളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. വീടിൻ്റെ പുറത്ത് ഗേറ്റിൽ പിടിച്ച് ദൂരോട്ട് കണ്ണും നട്ട അയാളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എതിർവശത്തെ വീട്ടിൻ്റെ മുൻവശത്തേക്ക് അയാളുടെ ഒരു ബെൻസ് കാർ വന്ന് നിൽക്കുന്നു, ആ വീട്ടുകാരൻ്റെ. അപ്പോൾ ഇയാൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇയാൾ ബെൻസ് കാറിലൊക്കെ വന്നിറങ്ങുന്നതിൻ്റെ വലിയ സൗഭാഗ്യവാനായ ഒരു മനുഷ്യൻ. അയാൾ നോക്കിയപ്പോൾ ഫ്രണ്ട് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഇയാളുടെ ഭാര്യ, പിൻവശത്തെ 2 ഡോറും തുറന്ന് മക്കൾ. ഇവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് ഈ വീട്ടിലേക്കോ ഈ ആളിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഈ ഡ്രസ്സും കുറേ ക്രിസ്മസിനുള്ള കേക്കും ബാക്കിയുള്ള ഡ്രസ്സും എല്ലാം കൂടെ ആയിട്ട് ഇവർ ആ വീട്ടിലേക്ക് കയറിപ്പോകുന്നതാണ് അയാൾ കണ്ടത്. ഈ ഭാഗത്തേക്കൊന്നും നോക്കിയത് പോലുമില്ല. ഈ വീട്ടിൽ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. റോഡ് മുഴുവൻ അന്ന് ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എതിർവശത്തെ ഇയാളുടെ വീട്ടിലും ദീപാലങ്കാരങ്ങളും സന്തോഷവും ചിരിയും ബഹളത്തിലേക്ക് ഈ അമ്മയും മക്കളും കൂടെ കയറിപ്പോയി അയാളോടൊപ്പം. അപ്പം ഇയാൾ ഒറ്റപ്പെട്ടു. ഇയാളന്ന് ഭക്ഷണം പോലും അയാൾക്ക് കിട്ടിയിട്ടില്ല. അയാളിങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ ഒരു മൂഡിൽ തിരസ്കരിക്കപ്പെട്ട ഒരുത്തനായിട്ട് സ്വന്തം വീട്ടിൽ അന്യനായി ഗേറ്റെ പിടിച്ച് നോക്കി നിന്ന് കുറച്ച് നേരം. അത് ഞാൻ അയാൾക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നി. അയാൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിരുന്ന, നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനല്ലേ. അയാൾ ഇറങ്ങി അവിടെ നിന്ന് അടുത്തുള്ളൊരു ജംഗ്ഷനിലേക്ക് ബസ് കയറിപ്പോയി. അവിടെ ചെന്ന് അയാളുടെ പരിചയമുള്ള അയാളോടൊരു കട നടത്തിയാണ്, ഹോട്ടലിൽ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ്, നീ ഇവിടെ നിന്നോ, നരേന്ദ്രൻ അയാളെ വളരെ അടുപ്പമുള്ളതാണ്, ഇവിടെ നിന്നോളൂ, ഇവിടെ നിന്നുള്ള ഭക്ഷണം കഴിക്കാം, എന്നെ സഹായിച്ച് ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണം, ബാങ്ക് മാനേജറായിരുന്ന ഒരാൾ അവിടെ നിന്ന് നേരെ താഴേക്ക് വന്ന് ജീവിക്കാൻ വേണ്ടി ആ ചെറിയൊരു ഹോട്ടലിൽ സപ്ലയറുടെയും കണക്കെഴുത്തുകാരൻ്റെയും ജോലി വാങ്ങിച്ച് അവിടെ നിൽക്കുകയാണ്. പക്ഷേ അയാൾക്ക് അവിടെ തുടരാൻ കഴിഞ്ഞില്ല. കാരണം ഇയാളെ പരിചയമുള്ള ആൾക്കാരൊക്കെ വരികയും മറ്റവൻ്റെ കൂടെ കാറിൽ പോകുന്ന കണ്ടല്ലോ, താൻ വീട്ടിൽ പോകത്തില്ലേ, തനിക്കെന്ത് പറ്റി, തനിക്ക് നാണമില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തട്ടുകടയിൽ വൈകുന്നേരം കള്ളടിക്കാൻ വെച്ച് വരുന്ന ആൾക്കാർ അവർ ഇയാളെ പരസ്യമായിട്ട് അപമാനിക്കാൻ തുടങ്ങി. ഇയാൾക്ക് എതിർക്കാനെന്നുള്ള ഒരു കഴിവെന്നുള്ള മനുഷ്യനല്ല. ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ജീവിതം കൈവിട്ട് പോകുന്നതായിട്ട് അയാൾക്ക് മനസ്സിലായി. അയാൾ അവിടെ നിന്ന് പോയി വയനാട്ടിൽ ഇയാൾക്ക് പരിചയമുള്ള ഒരു ഹോട്ടലിൽ ചെന്നു. അപ്പോൾ അതവിടെ ഈ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തേക്ക് അവിടെ ചെല്ലുമ്പം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, വേറൊരു ആംബിയൻസാണ്, ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരികയും. അപ്പോൾ ഹോട്ടൽ ഉടമസ്ഥനും അവിടെ ഉള്ളവരെല്ലാവരും കൂടെ സപ്ലൈ ചെയ്താലേ അവിടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ഫാമിലി അവിടെ വന്നിരിക്കുന്നു, 4 പേര്. ഇയാൾ അതൊരു ഓർഡർ എടുക്കാനുള്ള ബുക്കുമായിട്ട് അവിടെ ചെന്നു, അവരോട് പറയാം. അപ്പോൾ അപ്പുറത്തൊരു പെൺ ശബ്ദം കേട്ടു അയാൾ, മമ്മ ഡാഡ. അപ്പോൾ അയാൾ നോക്കിയപ്പോൾ അയാളുടെ മകളും മകനും ഭാര്യയും
വേറൊരു ആളുടെ കൂടെ ഈ ഓപ്പോസിറ്റിലുള്ള ആ വിദേശ മലയാളിയുടെ കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് ഓർഡർ എടുക്കുകയാണ്. അതിൽപ്പോൾ ഒരു ഗതിയുടെ അയാൾക്ക് വരാനില്ല. അപ്പോൾ ദൈവം കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനത്തെ ആണിയും കൊണ്ട് അടിച്ചു കൊടുത്തു. അയാൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് മുതലാളിയോട് പോലും ഒന്നും പറയാനില്ല. ഇനി എനിക്ക് മറ്റു മാർഗ്ഗമില്ല എന്ന് വിചാരിച്ചിട്ട് ആ കടയിലെ ഷെഫിനോട് മാത്രം പറഞ്ഞ് ഞാൻ പോവുകയാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ സംഭവം ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിച്ചിട്ട് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ പ്രദേശത്തോട് പോലും ആ നാടിനോടും അതിനോടും ജീവിതത്തോടും ഉള്ള വെറുപ്പോടുകൂടി അയാൾ അവിടെ നിന്ന് അയാളുടെ ഒരു ഡ്രസ്സോ ഏതാണ്ടും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്, ഓടിപ്പോവുകയാണ് ചെയ്തത്. അപ്പം മുതലാളി തിരിച്ചു വെച്ചോ പറഞ്ഞ് ഓർഡർ എടുക്കാൻ പോയ ആൾ തിരിച്ചു വന്നിട്ട് വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ഓടിപ്പോവുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എൻ്റെ കുറച്ച് ഡിപ്രഷനായൊക്കെ ഉള്ളത് നേരത്തെ അറിയാം. അപ്പം മറ്റേ ആദ്യം ആൾ വിചാരിച്ചെന്തോ ഇതാണ്. പക്ഷേ പിന്നീട് അയാൾക്ക് മനസ്സിലായി വന്ന ഫാമിലിയും ഇയാളുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന്. അയാൾ ആ പോക്ക് അവിടെ നിന്ന് ഓടിപ്പോന്നു. അപ്പോൾ അയാളുടെ ഏറ്റവും അവസാനത്തെ ആശ്രയം അയാളുടെ കൂടെ പണ്ട് പഠിച്ചിരുന്ന ഒരാൾ, അയാൾ ഒരുമിച്ച് ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട്. അയാളുടെ വീട് ഈ പ്രദേശത്താണ്, പണ്ട് എപ്പോഴോ വന്നിട്ടുണ്ട്. അവിടേക്ക് അയാൾ അവസാനത്തെ ആശ്രയത്തിലേക്ക് വരുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. അപ്പോൾ അയാൾ വന്നപ്പോൾ അയാളൊരു കാര്യം നിശ്ചയിച്ചു, ഈ ആശ്രയവും കൂടെ ഇല്ലാതായിരുന്നെങ്കിൽ അതായിരിക്കണം, അതെൻ്റെ ഒരു അനുമാനമാണ്. അയാൾ കുറച്ച് വിഷം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീക്ക് ഇയാളെ അറിയത്തില്ല. ഇരുട്ടത്ത് വന്ന് കയറിയ ഒരാൾ, ഒരു പരിചയമില്ലാത്ത ആൾ. അയാൾ വിദേശത്താണ്. ഇവിടെ ഇല്ല ഞങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അയാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ഇവരുടെ വീടിനടുത്തത് കുറച്ച് പുറത്തോട്ട് മാറി വന്നു. അയാൾ വിഷം കഴിച്ചു. വിഷം കഴിച്ച ആൾ ഒരു പക്ഷേ കുറച്ച് നേരം നിന്നിട്ട് കമിഴ്ന്ന് വീണതാവണം. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത് ഉള്ളിൽ ഫിറോഡാനുണ്ട്, ഇവിടെ എന്തോ ഹാർഡ് സബ്സ്റ്റൻസിൽ അടിച്ചു വീണതിൻ്റെയാണ്. പക്ഷെ ഞങ്ങൾക്ക് നാട്ടുകാരെ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. ഇതിനകത്ത് ഫിറോഡാനുണ്ടെന്നും അത് ഫിറോഡാനല്ലെന്നും ആൾക്കാർ തർക്കിക്കാൻ തുടങ്ങി. ഇത് യക്ഷി തന്നെയാണെന്ന് കുറച്ച് പേർക്ക് നിർബന്ധമായി വേണമെന്നുണ്ട്. പക്ഷേ ചെറുപ്പക്കാരുടെ തലമുറ, വിദ്യാഭ്യാസമുള്ളവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് അങ്ങനെയല്ല, പോലീസ് കണ്ടുപിടിച്ചതാണ് സത്യം. പക്ഷെ എന്നാൽ പോലും കുറേ പേർക്ക് ഇതൊക്കെ ഒന്ന് കലക്കിയെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് കൃത്യമായി ഇതാണ് സംഭവം എന്ന് തെളിയിച്ചു. അപ്പം ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ പോലീസിനും ഒരു പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്.